ഉദ്ഘാടകന് തലക്കെട്ട് ബാധകമല്ല. തലക്കെട്ടിന് അതീതമായിട്ട് നിങ്ങൾ നിശ്ചയമായിട്ടും സംസാരിക്കണം. എങ്കിലും തലക്കെട്ടിനോട് നീതി പുലർത്തി എന്നുള്ള ഒരു വ്യാജമായ തോന്നല് ഇവിടെ ഇരിക്കുന്നവർക്ക് ഉണ്ടാകണം. അപ്പൊ ഞാൻ നികേഷിനോട് പറഞ്ഞു, അതാണ് ഇന്നത്തെ മാധ്യമ ലോകം എന്ന് പറയുന്നത്. ഒരു വ്യാജമായ തോന്നൽ നമുക്ക് വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും മാധ്യമ ലോകവും എന്നുള്ളൊരു തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാലാമത്തെ നെടുന്തൂൺ എന്ന് പറയുന്ന ഈ മാധ്യമ ലോകം ഇന്നും വിരാജിക്കുന്നത്. എന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ സഹോദരി പരിചയപ്പെടുത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു വിശേഷം എനിക്ക് തന്നു. എനിക്ക് ഭയങ്കര ചളുപ്പായിരുന്നു സത്യം പറഞ്ഞാല്. ഇന്ന് ഈ മാധ്യമ പ്രവർത്തകന് ആൾക്കാർ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മാപ്രയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് എന്നെ അല്ലെങ്കിൽ കള്ളിയിലേക്ക് പിടിച്ചിട്ടല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ മാധ്യമങ്ങളെക്കുറിച്ച് പൊതുവെ നമ്മൾ സംവദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാധ്യമങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് മനസ്സിന്റെ വ്യവസായമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടോ സാഹചര്യമോ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെയൊക്കെ പൂർണ്ണമായും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന രൂപത്തിൽ മുമ്പോട്ട് പോകുന്നതല്ലേ അഭികാമ്യമെന്ന് എന്നോട് പറയുന്നവരുണ്ട്. ഇല്ലേ? ശരിയല്ലേ? എല്ലാം പറയാറില്ല, ഇടയ്ക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളെ പോലും മാധ്യമങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ എടുക്കുക, ഏത് ഉൽപ്പന്നം എടുക്കുക, ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനമുള്ളൂ. ഒരുപാട് സൗന്ദര്യവർദ്ധക പദാർത്ഥങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ചാന്ത്, കൺമണിഷി, പൊട്ട്, ക്രീം എല്ലാം ഉണ്ട്. പക്ഷെ ഇവയ്ക്കൊന്നും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ ഒന്ന് പരിശോധിക്കുക. നമ്മളൊന്നും വേണ്ട, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡിന് ഇരുവശം ഒന്ന് നോക്കുക. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്ന മാറ്റം. ഇപ്പൊ കുഴിമന്തി എന്നുള്ളൊരു ബോർഡില്ലാത്ത ഒരു വഴിയും കേരളത്തിലില്ല. 25 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് അങ്ങനെ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. നമ്മുടെ രീതികൾ മുഴുവൻ മാറി. നമ്മുടെ സംസാര ഭാഷകൾ തന്നെ മാറി, വെക്കാബുലറി മാറി. നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഒരുപക്ഷെ 10-15 വർഷം മുമ്പ് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇപ്പൊ ഈ നികേഷിനൊന്നും ഒരു കാരണവശാലും അവർ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവില്ല. പല രൂപത്തിൽ അവർ സംസാരിക്കുക. ഇതെല്ലാം മാറി. ഈ മാറ്റങ്ങൾക്കെല്ലാം ഉലയൂതുന്നത്
നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞു. നെറ്റ്ഫ്ലിക്സിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും കാർന്നു തിന്നുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ആരംഭിച്ച സമയത്ത്, അതല്ലെങ്കിൽ അതിന്റെ തുടക്കകാലത്ത് നമ്മൾ വിചാരിച്ചു ആവിഷ്കാരത്തിന്റെ വസന്തം വിരിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മളെല്ലാം വിചാരിച്ചത്. ആർക്കും എന്തും എപ്പോഴും നിർഭയമായി പറയാൻ കഴിയുന്ന ഒരു മാധ്യമ സംസ്കാരം നമുക്കിടയിലേക്ക് വന്നു എന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ തുടക്കകാലത്ത് നമ്മളൊക്കെ വിചാരിച്ചു. നെറ്റ്ഫ്ലിക്സിലുള്ള ആ സീരിയലിന്റെ അന്തസ്സത്തെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന്. എന്നാൽ ഈ ബിഗ് ടെക് കമ്പനികൾ ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പ്രതലത്തിൽ മാത്രമേ നമുക്ക് വ്യവഹരിക്കാൻ കഴിയൂ. ഇവിടെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ കൈവെള്ളയില് ഒരു ഉറുമ്പ് കയറി, ഒരു ഉറുമ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉറുമ്പ് കയറി കഴിയുമ്പോൾ നമ്മള് ഈ ഉറുമ്പിന് എങ്ങോട്ടും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറുമ്പ് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടാ? കുറച്ചു കഴിഞ്ഞ് ഉറുമ്പ് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ആ ഉറുമ്പ് അങ്ങോട്ട് പോകണ്ടെന്ന് ആഗ്രഹമുണ്ട്. പയ്യെ ഒന്ന് കൈയൊന്ന് ഉയർത്തി കഴിയുമ്പോൾ ആ ഉറുമ്പ് അങ്ങോട്ട് പോകാതെ താഴോട്ട് വരും, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ സംവാദം പോകേണ്ടത് എന്ന് ഈ ബിഗ് ടെക് കമ്പനി ഈ അൽഗോരിതങ്ങളിലൂടെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉറുമ്പ് സഞ്ചരിക്കുമ്പോൾ ഈ കൈയുടെ ചലനത്തിനനുസരിച്ചുള്ള ഒരു നീക്കമല്ല, ചലനമല്ല ഉറുമ്പിൻ്റെതെങ്കിൽ ഈ ബിഗ് ടെക് കമ്പനി എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് പിടിക്കും. അതോടുകൂടി ഉറുമ്പ് തീർന്നു. നമ്മുടെ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യം അവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഹൈവേയില് വാഹനങ്ങൾ പോകുന്ന പോലെയാണ്. സാമൂഹ്യ മാധ്യമ രംഗത്ത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് നികേഷ്. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ എപ്പോഴും വരും. എനിക്കൊക്കെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ്. നമ്മളെ കബളിപ്പിക്കും. നമ്മൾ ഒരു സാധനം, ഒരു പ്രത്യേക ചായ്വുള്ള ഒരു ഉള്ളടക്കം കണ്ടു തുടങ്ങിയാൽ നമ്മളെ അത് മാത്രമേ അവൻ കാണിക്കുകയുള്ളൂ. നമ്മളെ അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മുൻതൂക്കമുള്ള ഒരു ആശയത്തിന് സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിലേക്ക് വരും. നിഷ്പക്ഷമായ ഒരു ഏജൻസിയോട് നമ്മൾ ചോദിക്കുക. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മുംബൈയിലുള്ള ഒരു വലിയൊരു ഏജൻസിയോട് എങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹ്യ മാധ്യമ ചക്രവാളം, ഹൊറൈസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്കൊരു റിപ്പോർട്ട് തന്നു. അപ്പം മുംബൈയിലുള്ള ഏജൻസിക്ക് പ്രത്യേകിച്ച് ഇടതുനിന്നോ വലതുനിന്നോ ഉള്ള ഒരു വിവേചനമില്ലാതെ സത്യസന്ധമായി ആദ്യം എനിക്ക് തരാൻ അവർക്കൊരു വൈമുഖ്യം ഉണ്ടായി. ഇതെന്നെ വിഷമിപ്പിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല നിറത്തിലുള്ള വാഹനങ്ങൾ ഇങ്ങനെ ഓടും, പല മേക്ക് വാഹനങ്ങൾ ഓടും. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ വാഹനങ്ങളാണ് ഓടുന്നത്, നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നവമാധ്യമങ്ങളുടെ ട്രാഫിക് വേണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട ബിഗ് ടെക് കമ്പനികൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിന്റെ നവമാധ്യമ വീതിയിൽ ഓടുന്ന വാഹനങ്ങളുടെ കണക്കെടുത്താൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വലിയൊരു ഹൈവേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ ഓടുന്ന ഉള്ളടക്കത്തിന്റെ വാഹനങ്ങളെ നമ്മളൊന്ന് സർവേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 18% മാത്രമേ ഇടതുപക്ഷ അനുകൂല വാഹനങ്ങളുള്ളൂ. 82% വാഹനങ്ങളും ഇടതുപക്ഷ വിരുദ്ധ വാഹനങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധമായ
ഉള്ളടക്കങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ ലഭിച്ചു. ഇതാണോ വസ്തുത, സത്യം ഇതാണോ, അവർ പറഞ്ഞത് ശരിയാണോ, ഇതൊക്കെ വേറെ, അതൊക്കെ ഡിബേറ്റിംഗ് വേറെ പോയിന്റാണ്. പക്ഷെ ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ബോംബാർഡിങ് നടക്കുക, അവിടെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കിതിനെ നിഷേധിക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ സങ്കല്പങ്ങളും വാർത്താരീതികളൊക്കെ ഒരു തരത്തിലും നമുക്ക് ഗുണകരമല്ല. ഇപ്പോൾ ഇന്ത്യയുടെ മാധ്യമ സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഈ വിഷയത്തോട് ഞാൻ കാണിക്കുന്ന ഒരു അനീതിയായിരിക്കും. ഇന്ന് ഇന്ത്യയുടെ മുഖ്യധാര മാധ്യമങ്ങൾ നോക്കുക. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു. പ്രബീർ പുർക്കാസ്തയുടെ ന്യൂസ് ക്ലിക്കിനെതിരെ മോഡി സർക്കാർ സ്വീകരിച്ച നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിവുള്ളതല്ല, ദുരാരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നുവെന്ന് ഡൽഹി ഹൈക്കോടതി വിധി എഴുതി. കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാൻ തയ്യാറായി? എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് കാരണം? അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് തങ്ങളുടെ സഹപ്രവർത്തകനായ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ സഹസ്ഥാപനം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാധ്യമത്തിന്റെ തലവനെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് 7 മാസം തീഹാർ ജയിലിൽ പാർപ്പിക്കുക. എന്തായിരുന്നു പ്രബീർ പുർക്കാസ്തയ്ക്കെതിരെയുള്ള ആരോപണം? അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് ലഭിച്ച നിക്ഷേപം, ആ നിക്ഷേപത്തിന് ഒരു ചൈന ബന്ധമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ആരോപിച്ചു. പണം വന്നത് അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ ബാങ്കിൽ നിന്ന് വന്ന പണം റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ഇന്ത്യൻ ബാങ്കിൽ വന്നു. കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിക്ഷേപം സ്വീകരിക്കൽ. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു, ഡൽഹി പോലീസ് പറഞ്ഞു, ഇതിനൊരു ചൈന ബന്ധമുണ്ട്, അബ്സ്ട്രാക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം? കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ പ്രക്ഷോഭത്തോട് മുഖതിരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പോയി, ഡൽഹി അതിർത്തിയിൽ പോയി രാവും പകലും റിപ്പോർട്ട് ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ച അപൂർവം മാധ്യമങ്ങളിൽ ഒന്ന് ഈ ന്യൂസ് ക്ലിക്ക്. 2, പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ അത് കവർ ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ച ഏക മാധ്യമം. 3, കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നിഷ്ക്രിയമായപ്പോൾ അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടി വാർത്തകൾ എഴുതിയ ഒരു മാധ്യമം. ഈ 3 കാരണങ്ങൾ കൊണ്ട് മാത്രം, ഇനി ഈ 3 കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചാർജ് ഷീറ്റിൽ ഈ 3 കാരണങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. ഈ 3 വിഷയങ്ങളെ അധികരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ജനമധ്യത്തിൽ ഒരു നീരസം സൃഷ്ടിക്കാൻ വേണ്ടി പ്രബീറും ന്യൂസ് ക്ലിക്കും ശ്രമിച്ചു എന്ന് നോക്കുക. കേന്ദ്ര സർക്കാരിന്റെ നയസമീപനങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ അത് അറസ്റ്റ് ചെയ്യപ്പെടാൻ മാത്രം അനിവാര്യമാകുന്ന ഒരു കുറ്റമാണെന്ന് കണ്ടെത്തുന്ന ഒരു മാധ്യമ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രബീർ പുർക്കാസ്ത അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അത് നിരവധി മാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു.